ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഇഞ്ചി പുളിയുടെ റെസിപ്പി നോക്കാം. ഇഞ്ചി പുളി അഥവാ പുളി ഇഞ്ചി. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. നല്ല കുറുകിയ ഒരു ഇഞ്ചി പുളിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് എടുക്കണം. ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് നല്ല കറുത്ത പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പുളി ഒന്ന് സോക്ക് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് കറുത്ത പുളി തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പുളിയും കിട്ടും. അതുപോലെ നല്ല ബ്ലാക്ക് കളറും നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല കളറുള്ള പുളി എടുക്കാൻ പറയുന്നത്. ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുത്ത പുളിവെള്ളം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ കട്ട് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കുക. അത്രമാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇതുപോലെ നമ്മൾ ഇഞ്ചി ഒന്ന് വഴന്ന് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഈ ഇഞ്ചി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മൺചട്ടി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്താലും മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അലുമിനിയം പാത്രത്തിലൊന്നും കുക്ക് ചെയ്യരുത്. 2 ടൈപ്പ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഉലുവാപ്പൊടി, ഇത്തരം പൊടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊടികൾ ഇട്ട് കൊടുത്ത വശം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നേരം കുക്ക് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളിയുടെ ഒരു പച്ച ചുവപ്പ് പോകാനായിട്ടാണ് ഇത്രയും സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 30 മിനിറ്റാണ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പുളിയുടെ പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കിടക്കാം. ഇതുപോലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറിയ ശേഷം വെളിച്ചെണ്ണയിലേക്ക് കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചത് ഇതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തിക്കായിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ മാറുകയും ചെയ്യും. അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആൻഡ് ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.